ആ എന്താ പ്രകാശ? അതെ നമ്മുടെ അടുത്ത് പോത്തുള്ളിൽ ഇപ്പൊ സംഭവം നടന്നറിഞ്ഞ എന്ത് ഒരു സംഭവം അറിഞ്ഞാവുന്നേ? പോത്തുള്ളിൽ എന്ത് സംഭവം? ഒരു അമ്മിമാനി പറ്റിക്കൊന്നില്ലേ? എപ്പോ? ഇപ്പൊ നടന്നാണ്. ഞാൻ ആംബുലൻസ് പറക്കണ എന്താ സംഭവം നോക്കിയോണ്ട് ഒരേ ആംബുലൻസ് പറക്കണം. പിന്നെ നോക്കി അന്വേഷിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു ചേച്ചിനെ വെട്ടിക്കൊന്ന് ജയിലിൽ പോയിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുള്ള കൂടി. ഞാൻ ഇത്ര നേരം അമ്പലത്തിൽ ഇപ്പൊ വന്നുള്ളൂ, ഇവരും പറയുന്നത് കേട്ടില്ല. അത് അവർ അമ്മിമാനി വെട്ടിക്കൊന്നിട്ട് അവൻ ഓടി കാട്ടുകയും ഇതൊന്നും പിടികിട്ടിയിട്ടില്ല. നമ്മുടെ ഇവിടെ പോത്തുണ്ടില്ല ആണ് അവൻ കാട്ടിനുള്ളിക്കോടി. ഇപ്പൊ നാട്ടുകാർ പ്രതിഷേധത്തോടും ആരാണ് ചെയ്തത്? അത് അവിടുത്തെ എന്തെങ്കിലും പേരത്തെ എനിക്കറിയില്ല. അതിന് മുമ്പ് ജയിലിൽ പോയി ഒരാളെ ജയിലിൽ പോയിട്ട് വന്ന ആളാണ്. 2019 ഒരു പെണ്ണിനെ വെട്ടിക്കൊന്നില്ല. അവനായിരിക്കും. എനിക്കും അവന്റെ പേര് വലിയ പിടിയില്ല. അവനായിരിക്കും. എന്നിട്ട് ബോഡി എടുത്താ? ബോഡി എടുത്തിട്ട് അത് ആളെ കിട്ടാൻ അവനെ പിടിച്ചവേ ഇതിപ്പോ പ്രകാശം പറഞ്ഞു. ഞാനിപ്പോ അന്വേഷിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു. എനിക്ക് പിന്നെ അവിടെ ബോഡി കാണാതെ എന്താ എത്ര നല്ലൊരു നാട് ഇല്ലേ പോത്തുണ്ടി. അത് പവിത്രമായ സ്ഥലം, പവിത്രമായ പേര് പോത്തുണ്ടി. ദേവൻ കുടികൊള്ളുന്ന സ്ഥലം. പോത്തുണ്ടി ഡാമിന്റെ പ്രസിദ്ധി. നെന്മാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും പ്രസിദ്ധി. ഒരു അക്രമമില്ലാത്തൊരു നാട്. ഇതെന്താ ഓരോ കാലത്തിന് പോക്ക്? നാടിനൊക്കെ ഇതിപ്പോ ലോകം മുഴുവൻ എത്തില്ലേ വാർത്ത? നീ എന്നെ ഇറങ്ങുന്നവര് വിളിച്ചു ചോദിക്കൂലേ വേണമെങ്കിൽ? ഇത്ര നേരം ഞാൻ അമ്പലത്തിലാണ് ഫോൺ സൈലന്റ് വേണം. അല്ല ബോഡി എടുത്തിട്ടുള്ള വിവരം അറിഞ്ഞത്? ബോഡി എടുക്കാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. ന്യൂസിലൊക്കെ അങ്ങനെ കാണിക്കുന്നൊക്കെ കേട്ടു. പോണ്ട പ്രകാശം നമ്മൾ നോക്കാൻ പോണ്ട. പോയിട്ടൊന്ന് അറിഞ്ഞിട്ട് വിവരം പറയാട്ടാ. എന്താ ഒരു എത്ര ഒരു വിഷമോ ഇല്ലേ? അല്ല നമ്മള് പല ഭാഗങ്ങളിലും കേട്ടിട്ടുണ്ട്. 2 വെട്ടി കൊന്നു എന്ന് പറയുമ്പോ നാടിന് തന്നെ ഒരു ശാപം പിടിച്ച പോലെ ഇല്ലേ? ഒരാള് മതി നാട്ടിനില്ല പേര് ദോഷം വരുത്താൻ. ഒരാള് മതി നാട്ടിനെ നന്നാക്കണം ഇല്ലേ? എന്തു ചെയ്യും? ശരി എന്നാ ശരി. പറഞ്ഞാ മതി. ശരി.